സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കളെ തരേണമേ, ആത്മക്കളെ തരേണമേ. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കളെ തരേണമേ, ആത്മക്കളെ തരേണമേ. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് പല വിധത്തിലാണ് സംസാരിക്കുന്നത്. ദർശനങ്ങൾ കാണാം, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ശബ്ദത്തെ കേൾക്കാൻ കഴിയും. ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ കഴിയും. എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു മീഡിയയാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. സ്വപ്നങ്ങളിലൂടെ കർത്താവ് പലരോടും സംസാരിക്കും, നമ്മളോട് എല്ലാവരോടും സംസാരിക്കാറുണ്ട്. സ്വപ്നങ്ങളിലൂടെ പല ആശയങ്ങളും കർത്താവ് നമ്മളോട് പങ്കുവെക്കാറുണ്ട്, നമ്മളെ തിരുത്താറുണ്ട്, ചിലതിനെ മുന്നറിവായിട്ട് നമ്മളോട് പറയാറുണ്ട്. എന്നാൽ അതിനെ നമ്മൾ കർത്താവിനോട് സംസാരിച്ചു എന്ന വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയും. കൂടുതലായി പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വപ്നങ്ങളിലൂടെ കർത്താവ് രാജാക്കന്മാരോടും പ്രവാചകന്മാരോടും കർത്താവ് തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളോടും സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളോടും ഇന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ട് സ്വപ്നങ്ങളിലൂടെ. എന്നാൽ ആത്മീയ പക്വതയോടെ അതിനെ ഗ്രഹിക്കാൻ കഴിയുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും പല മേഖലയിലൂടെ പല വിധത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നതിനെ തിരിച്ചറിയുവാൻ കഴിയട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഈ പ്രാവശ്യത്തെ യൂത്ത് മീറ്റിങ്ങിന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. കുഞ്ഞുങ്ങളോട് എന്താ പറയേണ്ടെന്നൊരു ഐഡിയ ഇല്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരു നല്ല ആമീൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി എന്താ പ്രസംഗിക്കേണ്ടതെന്ന്. അന്ന് രാത്രി ഞാൻ ഉറങ്ങുക, പ്രസംഗിക്കേണ്ട എന്താണെന്ന് അറിയത്തില്ല. ഉറങ്ങുന്ന സമയത്ത് രാത്രി 3 മണിയായപ്പോൾ ഞാൻ പ്രസംഗിക്കേണ്ട ആദ്യ വചനം മുതൽ ഞാൻ പ്രസംഗിച്ച് അവസാനിപ്പിക്കേണ്ട അവസാന വാക്യം വരെ ഞാൻ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഞാൻ എഴുന്നേറ്റിരുന്നു. സോളോട് പറഞ്ഞൊരു ബുക്കും പേപ്പറും എടുത്തുകൊണ്ടിരുന്നു. ആദ്യത്തെ അനുഭവം, എൻ്റെ ലൈഫിലെ ആദ്യത്തെ അനുഭവം. സോളോട് ഞാൻ പറഞ്ഞു, നോട്ട് ചെയ്യാൻ പറഞ്ഞു. ആ വാക്യങ്ങൾ സഹിതം ഓരോന്ന് ഉദാഹരണ സഹിതം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞാനൊരു കോപ്പി വായിക്കുന്ന പോലെ സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കുക ചെയ്ത്. ദാറ്റ് മീൻസ് ഞാൻ എന്തു പറയണമെന്ന് സ്വർഗത്തിന് നേരത്തെ പ്ലാനുണ്ട്. ചിലർക്ക് ഈ പകൽ മുതൽ അതുണ്ടായി വരട്ടെ. ഈ പകൽ മുതൽ ചിലർ അങ്ങനെ കേൾക്കാൻ തുടങ്ങട്ടെ. ഞാൻ നിങ്ങളോട് ദൂത് പറയുക, പരിശുദ്ധാത്മാവ് ഈ പകൽ മുതൽ ചിലരുടെ ഹൃദയങ്ങളെ സ്വപ്നങ്ങളിലൂടെ തുറക്കാൻ പോകുകയാണ്. ആ കൈകളൊന്ന് അടിച്ചു കർത്താവിനെ ആരാധിച്ച് യേശുവേ എന്ന് വിളിച്ച് ഞാൻ ഈ ഓഫറിംഗ് ഇടുന്ന ആളുകളോട് പറയട്ടെ, ഇന്ന് രാത്രി സ്വപ്നം കാണണം. ഇന്ന് രാത്രി മുതൽ സ്വപ്നങ്ങൾ കാണണം. നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ,
വാല്യൂ കൊടുത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 12 കതിരുകൾ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ ആരെങ്കിലും അതിന് വില കൊടുക്കുമോ? സൂര്യനും ചന്ദ്രനും 10 നക്ഷത്രങ്ങളും അത് നമസ്കരിക്കുന്നത് കണ്ടു. നിങ്ങൾ ആരെങ്കിലും അതിന് വില കൊടുക്കുമോ? കുറെ സൂര്യനും ചന്ദ്രനൊക്കെ ഇന്ന് രാത്രി കിടന്ന് കണ്ടു. ഇതായിരിക്കും രാവിലെ എഴുന്നേറ്റാ പറയുന്നേ. എന്താ ഒന്നും മിണ്ടാത്തെ? പാമ്പിനെ കണ്ട ഓർമ്മിച്ചിരിക്കും. പാമ്പ് ഓടിക്കുന്നു ബ്രദറെ, പാമ്പ് വരുന്നു ബ്രദറെ. പാമ്പ് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞോണം, കർത്താവ് നിങ്ങളോട് പറയുക, നിങ്ങളുടെ വീട്ടിൽ ഒരു പൈശാചിക സന്ദർശനമുണ്ട്. ഗെറ്റ് റെഡി ടു ഓവർകം ഇറ്റ്. അടുത്തിരിക്കുന്നവരോട് പറ, പാമ്പെല്ലാം പിശാചല്ല. പറ, പാമ്പെല്ലാം പിശാചല്ല. മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയേ, ആ പാമ്പിനെ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അതായത് അച്ഛന്മാർ ഉപയോഗിച്ചിരിക്കുന്ന അംശവടി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ലേ? 2 പാമ്പ് 2 സൈഡിലിരിക്കുന്ന, തിരുമേനിമാരുടെ കയ്യിലിരിക്കുന്ന വടി കണ്ടിട്ടില്ലേ നിങ്ങൾ? 2 പാമ്പാണ് ഇരിക്കുന്നത്, കണ്ടിട്ടില്ലേ? തിരുമേനിമാരെന്തിനായി പാമ്പിനെ പിടിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നേ പാമ്പിനെ കീഴടക്കി എന്ന് കാണിക്കാനായിരിക്കും എന്ന്. ഇപ്പോഴത് പിന്നീട് മനസ്സിലായേ, അത് പിച്ചള സർപ്പത്തെ പ്രതിനിധീകരിക്കുന്ന, മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞ പാമ്പ് രാത്രി കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, യേശു നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു എന്നും അതിലൂടെ ആകാം. പാമ്പിനെ കണ്ടു ബ്രദറെ, നീ പാമ്പാകാതെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് ഇടപെടുന്ന ഏറ്റവും നല്ല മീഡിയയാണ് സ്വപ്നങ്ങൾ. പക്ഷെ ആ സ്വപ്നം കാണുന്നയാള് മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ആദ്യ പടിയാ. ഇന്ന് നീ സ്വപ്നം കാണുക, നാളെ നീ ഓഫീസിൽ ചെല്ലുമ്പോൾ നിന്റെ അടുക്കലിരിക്കുന്നയാള് നിന്നോട് മിസ്ബിഹേവ് ചെയ്യും. എന്നെ എളുപ്പമൊന്നുമല്ലോ, ആലോചിച്ച് നോക്കി. നീ പ്രിപ്പയർഡാണ്. കുറച്ച് ദിവസമായിട്ട് അയാൾക്കൊരു വാലുവളവുണ്ട്. അപ്പൊ കർത്താവും കൂടെ പറഞ്ഞപ്പോൾ ഉറപ്പായി വാലുവളവ് നല്ലതാണ്. ആ വാലുവളവിന്റെ കൂട്ടത്തിൽ എനിക്കൊരു ചായ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം വാല് വിളയ്ക്കുമ്പോൾ നമുക്കൊരു ചായ വരത്തില്ലേ? തൊലി നിറവും സൗന്ദര്യവും സ്ഥലവും സ്ഥാനവും ഒക്കെ ഉള്ള ആളുകൾ വാലൊക്കെ വളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ വരും. ചായ വരാതിരിക്കണമെങ്കിൽ കൂടെ ആര് വേണം? എന്താ കൈ അടിക്കാത്ത? നിങ്ങളുടെ കൂട്ടുകാർ പിള്ളേരെ പാർട്ടി, ശനിയാഴ്ച പാർട്ടി, ഞായറാഴ്ച പാർട്ടി എന്ന് പറയുമ്പോൾ പറയണം, ആ പാർട്ടിയിലൂടെ ഞാൻ പാർട്ടി അടിക്കുന്നില്ലെന്നൊക്കെ പറയണം. 2 സ്മാൾ അടിച്ചു കഴിയുമ്പോൾ ഒരുത്തം കയറി മാന്തുമ്പോൾ വേണ്ടാന്ന് തോന്നത്തില്ല, എതിർക്കാൻ തോന്നത്തില്ല, ചാരി നിൽക്കാനേ തോന്നത്തുള്ളൂ. ഞാൻ ഈ പച്ചയായിട്ട് പറയുന്നത് എന്തിനാണെന്നറിയോ? പച്ചയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാ. നമ്മുടെ രാമയും പറയാത്തത് എന്താ? ആരോ ഒരാൾ ചോദിച്ചു, കള്ളു കുടിക്കുന്നതിൽ വല്ല വിരോധമുണ്ടോ? ബൈബിളിൽ പല സ്ഥലത്ത് കള്ളു കുടിക്കാൻ എഴുതിയിരിക്കുവാണല്ലോ എന്ന്. വിരോധമൊന്നുമില്ല. കള്ളു കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ശരീരം മുഴുവൻ അതിനോട് റിഫ്ലക്റ്റ് ചെയ്യും. വേദപുസ്തകം എഴുതിയിരിക്കുന്നത് കളിക്കാനും കുടിക്കാനും അവർ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്തെന്ന് എഴുതിയിട്ടില്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കാളക്കുട്ടിയെ ആരാധിച്ചു. ആരാധിച്ച സമയത്ത് കളിക്കാനും കുളിക്കാനും എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നത്. എന്ത് ഈ കളിക്കാനും കുടിക്കാനും? അവിടെ എഴുതിയിരിക്കുന്നത് ഇമ്മോറൽ ആക്ടിവിറ്റീസ് എന്നാണ്. അങ്ങനെ കള്ളു കുടിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ വേറെ സ്ത്രീയെ കാണുമ്പോൾ നമ്മുടെ ഭാര്യയെ പോലെ തോന്നും. അതുകൊണ്ടാണ് കുഴപ്പം തോന്നുക. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ വല്ലവൻ്റെ ഭാര്യയായിരിക്കും, പക്ഷെ അത് നമ്മുടെ ഭാര്യയായിട്ടൊക്കെ തോന്നും. വേറെ വല്ലവൻ്റെ കെട്ടിയവനായിരിക്കും, പക്ഷെ ആ കെട്ടിയവൻ എൻ്റെ സ്വന്തം കെട്ടിയവനായിട്ടങ്ങ് തോന്നുന്നുകൊണ്ടാ. കുഴപ്പമില്ല, അകത്ത് കിടക്കുന്ന ആൾ അങ്ങനെ ഇതാ. അടുത്തിരിക്കുന്നവരോട് പറ, അകത്ത് കിടക്കുന്ന ആളിന്റെ ഗുണമെന്ന് പറ. വേറെ കുഴപ്പമൊന്നുമില്ല. അത് ലഹരി ഇറങ്ങി പോകുമ്പോൾ തെറ്റാന്ന് തോന്നും. ഞായറാഴ്ച വരുമ്പോൾ കർത്താവേ പിഴ, എൻ്റെ പിഴ എന്ന് പറയുന്നു വരും. അത്രേ ഉള്ളൂ. ആർ യു ലിസണിങ്? ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറ. മാച്യൂരിറ്റി പറ, ഉറക്കെ പറ. പരിജ്ഞാനപൂർത്തി. മര്യാദയ്ക്ക് നടക്കണം കേട്ടോ എന്ന് പറയുന്നതല്ല പരിജ്ഞാനപൂർത്തി. ഇന്ന് അദ്ദേഹത്തിന്റെ ബീഡി എടുത്ത് ഞാൻ കളഞ്ഞു. അത് തുടക്കക്കാരനാ. എന്നും അയാളുടെ ബീഡി എടുത്ത് കളയുന്നൊരു ഗതികേടാണെങ്കിൽ ഇന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ബീഡി വലിക്കുന്നില്ലെന്നേ ഉള്ളൂ, പല ബീഡികളും വേറെ വിധത്തിൽ ഇരിപ്പുണ്ട്. ആർ യു ലിസണിങ്? എന്ന് നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിച്ച് ആ കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ഓർമ്മിച്ച് വിളിച്ച എന്തു തന്നെ പറയുന്നത്? നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നില്ലേ? ഇത് മനസ്സിലാവുന്ന ഭാഷയാണ്, കുഴപ്പമില്ല. വാരിയങ്ങ് പൊത്തി
നിങ്ങൾ അവസാനം ഒന്ന് ആലോചിച്ച് കൊച്ചിനെ കൊച്ചു ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് കുളിപ്പിക്കണം. അങ്ങനെയല്ലേ? നിങ്ങളുടെ വീട്ടിൽ പിള്ളേരില്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറ. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണോ? 4 വയസ്സുള്ള കൊച്ചിന് ആഹാരം കൊടുത്തു നോക്കുക. അവിടെയും തേച്ച് ദേഹത്തും തേച്ച് കൊടുക്കുന്നയാൾ വേണമെങ്കിൽ ആഹാരം കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും കൊടുത്ത ആൾക്കും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? കുളിക്കേണ്ടി വരും. നിങ്ങളുടെ മക്കളുടെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ചിലതിനൊക്കെ കാണുമ്പോൾ ഞാൻ കുളിക്കേണ്ടി വരുമോ? പാസ്റ്റർമാർ എന്നോട് പറയുക, ചില ആളുകൾ പറയും ജോൺ ദാരി ബ്രദറിന്റെ അവിടെ എന്നാ പഠിപ്പിക്കുന്നത്? എടേ പരിശുദ്ധാത്മാവിനെയാ പഠിപ്പിക്കുന്നത്, ദൈവിക അനുഗ്രഹങ്ങളെ പഠിപ്പിക്കുന്നത്. എന്ന് മാനസാന്തരം പറയാൻ അത് നിന്റെ സഭയിലേ പറ്റത്തുള്ളൂ. കാരണം നിന്റെ കയ്യിലിരിപ്പ്, അവിടെയുള്ള ആളുകളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായി പോയി. ഞങ്ങളുടെ ചർച്ച അതിൽ നിന്നൊക്കെ ചാടിയിട്ട് ഒത്തിരി നാളായിടവരെ ആയോ ഇല്ലയോ? നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളെ വീണ്ടും വടിയെടുത്ത് മാറാന്ന് വരുവാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ പ്രസംഗിച്ചിട്ട് എന്തുവാ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കേണ്ടത് അനുഗ്രഹങ്ങളാണ്. ഓരോ ദിവസവും ക്രിസ്തുവിലെ അനുഗ്രഹങ്ങൾ പഠിക്കണം, ആത്മീയ അനുഗ്രഹങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രസംഗങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കേൾക്കാറുണ്ടോ? മാനസാന്തര പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ ഞാൻ ഇനി മാനസാന്തരപ്പെടാനുണ്ടെന്ന്? ഉണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. എന്നാൽ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആത്മീയമായി വളരും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന അറിവിലേക്ക് വളരാനേ തുടങ്ങും. വേറൊരാൾ ഉപദേശിച്ചിട്ട് അയാൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മാറ്റം വന്നതല്ല, എൻ്റെ ഉള്ളിലെ ആത്മാവ് പറയുന്നത് കേട്ട് എനിക്ക് മാറ്റം വരുന്ന ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. നിങ്ങളെന്താ കൈയടിക്കാത്ത? റൈറ്റ്, ഒരു ഹല്ലേലൂയ പറ. അതിന് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്തുവാ? സ്വപ്നങ്ങളാണ്. ഏറ്റവും ചെറിയ കാര്യം. അതിനപ്പുറത്ത് വിഷനുകളാണ്. ഓ ലവ് യു ജീസസ്. എന്നോട് ഇന്ന് എൻ്റെ ചർച്ചിലെ ഒരു മെയിൻ ലീഡർ, ഒരു മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് അവളൊന്ന് സാക്ഷ്യം പറയുന്ന എന്നോട് പറഞ്ഞു. അവൾ പറയാം അവൾക്ക് 3 സ്വപ്നങ്ങൾ കർത്താവ് കൊടുത്തു. അതോടെ അവൾ നന്നായി എന്നാ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഒന്ന് മയങ്ങുവാ, ചെന്നതേ ഉള്ളൂ. രാത്രി കുറച്ച് താമസിച്ചാ കിടന്നേ. 10 മണിയായി ചെന്നപ്പോൾ 3 സ്വപ്നങ്ങൾ ഞാനും കണ്ടു. എൻ്റെ ലൈഫിൽ ഞാൻ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു അത്. ഞാൻ ആ കാര്യങ്ങൾ തിരുത്തപ്പെടാതിരിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ കാര്യം എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാരണം എനിക്ക് ആ കാര്യത്തിൽ ബോധവാനല്ല ഞാൻ. പക്ഷെ കർത്താവ് ബോധവാനാണ്. അതിലേക്ക് പരിശുദ്ധാത്മാവാണ് നടത്തേണ്ടത്. ഞാൻ നിങ്ങളെ ഉപദേശിച്ചാൽ നിങ്ങൾ നന്നാവത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളെ ആരെങ്കിലും ഉപദേശിച്ച് നന്നാക്കാന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ചില ഭാര്യമാരുടെ വിചാരം ഭർത്താക്കന്മാരെ ഉപദേശിച്ച് നന്നാക്കാന്ന. ഭർത്താക്കന്മാരുടെ വിചാരവും അത് തന്നെയാ, ഭാര്യമാരെ നന്നാക്കാന്ന. 2 എണ്ണവും നന്നാവത്തില്ല. നന്നാവാൻ ഏറ്റവും നല്ല മാർഗം യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ട് യേശുവിനെ പരിചയപ്പെടുന്നതോടുകൂടെ ലൈഫ് മാറാൻ തുടങ്ങും. ലൈഫ് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് മാറാൻ എൻ്റെ ഉപദേശമല്ല ആവശ്യം, കർത്താവിൻ്റെ കൃപയെ ആവശ്യം. നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നത് കർത്താവുമായുള്ള അടുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ വിവാഹം കഴിഞ്ഞ കാലഘട്ടം എൻ്റെ ഹസ്ബൻഡിന് ഇതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാനല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് അതാ ഇഷ്ടമെങ്കിൽ എനിക്കത് ചെയ്യാനല്ലേ തോന്നത്തുള്ളൂ. അതാണ് കുടുംബജീവിതം. വേറൊരു കുടുംബജീവിതമുണ്ട്, എനിക്കിതാ ഇഷ്ടം, നീ അത് ചെയ്താൽ മതി. അത് വേറൊരു കുടുംബജീവിതം. അത് കൂടുമ്പോൾ ഇമ്പമല്ല കമ്പം ഉണ്ടാവും. എന്നാ ഉണ്ടാവും? കൂടുമ്പോൾ കമ്പം. കൂടുമ്പോൾ ഇമ്പമാണ് വരേണ്ടത്. ഇമ്പമൊക്കെ പോയിട്ട് കമ്പമാവും. ഒരു നല്ല അമ്മയും പറഞ്ഞു, എൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാനോ എൻ്റെ ഭാര്യയുടെ ഇഷ്ടം ചെയ്യാനോ ഞാനായിരിക്കുന്നത്. അതിനെ കല്യാണം കഴിച്ചേ. ഭാര്യ പറയുന്നത് കേൾക്കാനാ കല്യാണം കഴിച്ചേ. ഭർത്താവ് പറയുന്നത് കേൾക്കാനാ കല്യാണം കഴിച്ചേ. പരസ്പരം ഇഷ്ടം ചെയ്യുന്നതാ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് കയറി വന്നു തന്നെ. ഞാൻ നിങ്ങൾക്കൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ദൈവം അനുഗ്രഹിച്ച ആള്, ബൈബിളിലുള്ള സ്വർഗത്തിൽ പോയ, എല്ലാവരും പറഞ്ഞു ബൈബിളിലുള്ള സ്വർഗത്തിൽ പോയ എല്ലാവരും സമ്പന്നരായിരുന്നു. ഒരാൾ ഒഴികെ. ആരാ പറയട്ടെ എന്നറിയാം? ലാസർ ഒഴികെ. ബാക്കി എല്ലാവരും ആരായിരുന്നു? അബ്രഹാം സമ്പന്നനായിരുന്നു, ഇസഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബ് സമ്പന്നനായിരുന്നു, മോശ സമ്പന്നനായിരുന്നു, ദാവീദ് സമ്പന്നനായിരുന്നു, ശമൂവേൽ സമ്പന്നനായിരുന്നു. ശമൂവേലിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ വീട് നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ട്, കയറി നോക്കാം. ശമൂവേലിനെ അടക്കിയത് തന്റെ വീടിനോട് ചേർത്ത. ശമൂവേല് 2-ാം നിലയുടെ മുകളിൽ ചെന്നിട്ട്, അന്നത്തെ കാലത്ത് 2-ാം നിലയുടെ മുകളിൽ ചെന്നിട്ടാണ് ശൗലിനോട് ദൂത് പറയുന്നത്. 3-ാം നിലയിലാണ് ശൗൽ കിടന്നത്. ബൈബിളിൽ എഴുതിയ കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല. 3000 കൊല്ലം മുമ്പ് 3-ാം നില. തീരെ കാശില്ലായിരുന്നു. അതുകൊണ്ടാ അവൻ ഇട്ടിരുന്ന വേഷം റൗബായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യം സമ്പന്നർ മാത്രം ധരിച്ചിരുന്ന വേഷമായിരുന്നു റൗബ്. സമ്പന്നതയല്ല വിഷയം, നിങ്ങൾ സമ്പന്നരായി ജീവിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടം. നിങ്ങൾ അനുഗ്രഹത്തിൽ ജീവിക്കണം. ദാരിദ്ര്യ മനോഭാവം പൊട്ടട്ടെ. സോ ഇതിലേക്കെല്ലാം നിങ്ങളെ നടത്തുന്നത് ദൈവാനുഭവങ്ങളാണ്, ആത്മാനുഭവങ്ങളാണ്. ഈ പകൽ നിങ്ങളുടെ മേൽ അത് ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തോത്രം ചെയ്തേ. നിങ്ങൾ അറിയേണ്ടത്, ഇന്ന് രാത്രി മുതൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. ആഗ്രഹിച്ചേ. നിങ്ങളുടെ ഡയറിക്കകത്ത്, നിങ്ങൾ ഡയറി വാങ്ങിയവരാണോ, ഡ്രീംസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ അതിനകത്ത് കാണും. അതിനകത്ത് ഇന്ന് മുതൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഓരോന്ന് എഴുതി വെക്കണം. ചെറിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. കതിരുകളാണ് വാസ്തവത്തിൽ ആര് കണ്ടത്? ജോസഫ് കണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പശുക്കളെയാണ് ആര് കണ്ടത്? ഫറവോൻ കണ്ടത്. ഒരു വിഗ്രഹ ബിംബത്തെയാണ് അഹശ്വേരോശ് രാജാവ് കണ്ടത്. പക്ഷെ അത് ഈ കാലഘട്ടം വരെയുള്ള ദൈവത്തിന്റെ ആലോചനയായിരുന്നു അന്ന് ദാനിയേലിന്റെ രാജാവ് കണ്ടത്. അപ്പൊ ഒരു സ്വപ്നത്തിനെ, ഒരു കാലഘട്ടത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. കണ്ട സ്വപ്നം എന്തുവാ? ഒരു വലിയ പ്രതിമ, അതിന്റെ ഓരോ ഭാഗം ഇടിഞ്ഞു പോകുന്നു. അതാണ് കണ്ടത്. അതിനകത്ത് വല്ല അർത്ഥം ഉണ്ടാവുമോ? നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളും വളരെ വാല്യുബിൾ ആണ്. എന്നോട് കർത്താവ് പറഞ്ഞത് ഞാൻ പറയട്ടെ. ഒരു സീസൺ എഴുന്നേക്കുക. ഞാൻ ഈ പറയുന്ന ദൂത് എഴുതി വെച്ചോണം. നാളെ നടക്കാനുള്ളത് ഇന്ന് തലേന്ന് നിങ്ങൾ കാണും. നാളെ നിന്റെ വീട്ടിൽ ഇന്ന ആള് വരുമെന്നും ഇന്ന ആളിനോട് നീ സംസാരിക്കേണ്ടി വരുമെന്നും തലേ രാത്രി നീ കാണും. നിന്റെ മക്കൾക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് തലേ രാത്രി നീ കാണും. അതുപോലൊരു ആത്മാനുഭവം ഉണ്ടാകട്ടെ. ഇപ്പോൾ ആ അഭിഷേകം പകരപ്പെടട്ടെ, ആ ആത്മാനുഭവം പകരപ്പെടട്ടെ. ഇപ്പോൾ പകരപ്പെടട്ടെ, ഇപ്പോൾ പകരപ്പെടട്ടെ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളൊന്ന് കൈ കോർത്ത് പിടിച്ച്, ആ പുറകെ നിൽക്കുന്ന ആളുകൾ അതിന്റെ പുറകിൽ നിന്നേ. ഓ റസലി, അത് പുറകെ നിൽക്കുക. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളൊന്ന് കൈ കോർത്ത് പിടിച്ച്, ആ പുറകെ നിൽക്കുന്ന ആളുകൾ ഇവരെ ഒന്ന് പിടിച്ച്. കർത്താവിന്റെ ശക്തി ഈ കുടുംബങ്ങളെ തൊടാൻ പോവുക. എനിക്ക് കാണാൻ ഒരു തേജസ്സിന്റെ ബലം ഈ ഹോളിൽ ചലിക്കുന്നു. The power to manifest now. The power of the Holy Spirit. The power of the Holy Spirit. ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിനാൽ നമ്മൾ നടത്തപ്പെടണം. മുൻപിലായിരിക്കുന്ന കാര്യങ്ങളെ ആത്മീയമായി കൈകാര്യം ചെയ്യാൻ കഴിയണം. നമ്മുടെ ലൈഫ് ആത്മീയമായിട്ട് മുൻപോട്ട് പോകണം. എല്ലാ മേഖലയിലും ആ ദൈവിക സന്തോഷത്തിൽ, ആത്മീയ അനുഗ്രഹത്തിൽ, ആത്മീയ നന്മയിൽ നമ്മൾ ആഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ വിധത്തിൽ ബ്ലെസ്ഡ് ആയിരിക്കണമെന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പല വിധത്തിലും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ആ ശബ്ദത്തെ വേണ്ട വിധത്തിൽ തിരിച്ചറിയാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ സിസ്റ്ററിൻ്റെ പേര് ജൂലിയ എന്നാണ്.
നന്ദൻകോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. സിസ്റ്റർ ഒരു കമ്പനിയിൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. സിസ്റ്ററിൻ്റെ കമ്പനി ഒരു പ്രോജക്റ്റ് ഗ്രൂപ്പായിട്ട് ചേർന്ന് സ്മാർട്ട് സിറ്റി ട്രിവാൻഡ്രം നടത്തിയ കോമ്പറ്റീഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് എത്രയോ പേര് എൻട്രി കൊടുത്തിട്ടും കർത്താവിൻ്റെ കൃപയാൽ ഇവരുടെ പ്രോജക്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടുകയും അത് സെലക്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഹിസ്റ്ററി മേക്കേഴ്സ് ആകണം, രാജ്യത്തിലെ തന്നെ ടോപ്പ് ആകണം, ദേശത്തിലെ ടോപ്പ് ആകണം. അതിനാ നിന്റെ വിളി എന്ന് പറഞ്ഞേ. അയ്യടാ, നിങ്ങൾക്ക് കൈയടിയില്ലല്ലോ, അസൂയുണ്ടെന്ന് തോന്നുന്നത് ജൂലിയോട് നിങ്ങൾക്ക് കേട്ടോ. താങ്ക് യു ജൂലിയ. ബ്രദറെ, മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തി കർത്താവ് ഈ ആന്റിക്ക് നൽകിയ ഒരു അത്ഭുത സാക്ഷിയാണ് നമ്മളോട് പറയാനുള്ളത്. ഒരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ആമേൻ. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ആമേൻ. ആന്റിയുടെ പേര് ഷൈനി എന്നാണ്. മലയൻകീഴ് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആന്റിക്ക് 2 വർഷത്തിന് മുമ്പേ വൻകുടലിൽ ഹോൾ ഉണ്ടായതിനെ തുടർന്ന് ഇൻഫെക്ഷനായി 2 മേജർ സർജറി നടന്നിരുന്നു. വൻകുടലിൽ ഹോൾ ഉണ്ടായി, അതിനെ തുടർന്ന് 2 മേജർ സർജറി നടന്നു. ഓക്കെ. അതിനുശേഷം ആന്റിക്ക് വല്ലാത്ത വയറുവേദനയായിരുന്നു. Okay. അങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവര് വയറിന്റെ ഒരു സൈഡിലായിട്ട് ഹോൾ ഇട്ട് വൻകുടലിന്റെ ഒരു സൈഡ് ബാഗിലാക്കി മോശം പോകാൻ വേണ്ടി പുറത്തിട്ടിരുന്നു. ഓക്കെ. എന്നാലും അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ 2 ഓപ്പറേഷൻ നടന്നതിന് ശേഷം വയറുവേദനയായി, മോഷൻ പോകാൻ ബാഗിലായിരുന്നു മോഷൻ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അങ്ങനെ ഇട്ടിരുന്നു. അതിനുശേഷം ആ ഹോസ്പിറ്റലുള്ളവർ പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യണം, ഹെർണിയ ഉണ്ടെങ്കിൽ ഓപ്പൺ സർജറി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ആന്റിക്ക് പ്രീവിയസ്ലി സർജറി നടന്ന സമയത്തെല്ലാം ഹെർണിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആന്റിയുടെ ഹസ്ബൻഡിന്റെ റിലേറ്റീവ് പറഞ്ഞ് ചർച്ചിൽ വന്നത്. അന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹെർണിയ ഇല്ല. ഭയങ്കരമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കൂടാതെ ഡോക്ടേഴ്സ് ഓപ്പൺ സർജറിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് കൂടാതെ തന്നെ ആ ചെറിയ ഹോളിൽ കൂടി വൻകുടൽ അകത്താക്കി സ്യൂച്ചറിൻ ചെയ്തു. സക്സസ് ആയി സർജറി നടന്നു എന്നാണ് പറയുന്നത്. ഒരു എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിന്. അതായത് വലിയ സർജറി കൂടാതെ ആ കുടലുകൾ തിരിച്ചു വെച്ചു. അങ്ങനെയാണോ പറയുന്നത്? ഹിർണി ഉണ്ടായിരുന്നു, ഇപ്പൊ ഹിർണിയില്ല. ഒന്നും കൂടെ ചേർന്നൊന്ന് കൈയടിക്കാം, കർത്താവിന് നന്ദി പറയാം. യേശു ചെയ്ത ഉപകാരങ്ങൾ എത്ര നന്ദി പറഞ്ഞാലോ മതി വരുന്നേ. സോ വണ്ടർഫുൾ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആന്റിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം ഇടത് കാല് വല്ലാത്ത വേദനയായിരുന്നു. എന്നാൽ ചർച്ചിൽ വന്ന സമയത്ത് ആന്റി വിശ്വാസത്തോടെ സ്വയമായി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവ് പരിപൂർണമായ സൗഖ്യം വിടുതൽ കൊടുത്തു. ആമേൻ. താങ്ക് യു. സന്തോഷത്തോടെ പറയട്ടെ, ദൈവം ചെയ്ത അത്ഭുതത്തിന് നന്ദി. കർത്താവ് തലമുറയെ നൽകി അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഈ ഫാമിലി നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഈ മോളുടെ പേര് ആതിര എന്നാണ്. കരിക്കകം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തോളം തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ 2022 ജൂൺ മാസം ചർച്ചിൽ വന്ന് ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 3-ാം മാസം കൺസീവായി ഇപ്പോൾ 6 മാസം പ്രായമുള്ള ഒരു മോളുമായിട്ടാണ് കർത്തൃ സന്നിധിയിൽ സാക്ഷ്യം പറയുന്നത്. നല്ല പരിചയമുണ്ടോ? അവൾക്ക് എന്നെ പരിചയം ഉണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. നമുക്കിവിടെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. എനിക്ക് പിള്ളേരെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രസമല്ലേ ഈ പരിപാടി എടുക്കാൻ? കർത്താവ് അനുഗ്രഹിക്കട്ടെ, നന്മകൾ നിറയ്ക്കട്ടെ. താങ്ക് യു. സന്തോഷമായിട്ട്. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും. ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. ആമേൻ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് അളക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ആമീൻ. കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ ആയിരിക്കുന്നവർക്ക് ആമീൻ ഒരിക്കലും നിരാശയല്ല ഫലമെന്ന് പറയുന്നത്, അത്ഭുതങ്ങളാണ് അതിൻ്റെ ഫലമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. മനസ്സ് ഭാരത്തോടായിരിക്കുന്നവർ ആ ഭാരം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇവരുടെ ജീവിതത്തിലായിരിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരത്തോടായിരിക്കുന്ന ചില കുടുംബങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്.
കുഞ്ഞുങ്ങൾ താൻ പ്രതീക്ഷിച്ച പോലെ ആകുന്നില്ല, അവരുടെ ലൈഫ് പ്രതീക്ഷ പോലെ ആകുന്നില്ല, അവരുടെ ജീവിതം പ്രതീക്ഷ പോലെ ആകുന്നില്ല. കർത്താവെ, ആ ഭാരമുള്ളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ദൈവിക സന്ദർശനം ഉണ്ടാകട്ടെ അപ്പ. അവരെ തിരുത്തുന്ന, നടത്തുന്ന, സഹായിക്കുന്ന ആത്മാവിൻ്റെ നിറവ് അവർ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. അവർ ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കുഞ്ഞുങ്ങൾ, തലമുറകൾ അനുഗ്രഹമാകട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ പ്രഷർ വേരിയേഷനാൽ ഭാരത്തോടായിരിക്കുന്നവർ, ഒരു കാര്യം ചെയ്യുവാനും ധൈര്യമില്ല, തൻ്റെ പ്രഷർ വേരിയേഷൻ നിമിത്തം ഭാരത്തോടായിരിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകണമപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. സൗഖ്യത്തെ പകരുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ശരീരത്തിൽ വൈറ്റമിൻ്റെ അളവ് ക്രമാതീതമായി കുറയുന്നൊരു വ്യക്തി, ഹല്ലേലൂയ, പല മേഖലയിലും അത് നിമിത്തം പ്രയാസം അനുഭവിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സൗഖ്യത്തിനായി നന്ദി പറയുന്നു അപ്പാ. താങ്ക് യു ജീസസ്. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ ആ ദൈവിക അനുഭവങ്ങൾ, ദൈവിക സന്ദർശനങ്ങൾ കർത്താവേ ഓരോ രാത്രിയും പകലും അനുഭവിക്കട്ടെ. യേശുവേ, നിൻ്റെ സ്നേഹത്തിനായി നന്ദി. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.